സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ് 6 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, കനത്ത ചൂടിനൊടുവിലാണ് മഴയെത്തുന്നത്. നിലവിൽ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടോ? അനുശ്രീ, അടുത്ത 3 മണിക്കൂറിലെ മുന്നറിയിപ്പാണ് നൽകുന്നത്. സംസ്ഥാനത്തെ 6 ജില്ലകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് അതിതീവ്ര മഴ അടുത്ത 3 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്തെ 6 ജില്ലകളിൽ പെയ്യും. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലാണ് അതിശക്തമായ മഴ അടുത്ത 3 മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന കാലാവസ്ഥ മുന്നറിയിപ്പ് ഉണ്ടാവുന്നത്. അതേസമയം പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറേക്കുള്ള അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലും ശക്തമായ മഴയുണ്ടാവും. മഴയ്ക്ക് പുറമെ മണിക്കൂറിൽ 50 കിലോമീറ്ററിലധികം വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. നമുക്കറിയാം, കനത്ത വേനൽ ചൂടിനിടയിൽ അതിശക്തമായ മഴ സംസ്ഥാനത്തെ 6 ജില്ലകളിൽ അനുഭവപ്പെടുന്നു. മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലാണ് അതിശക്തമായ മഴ വരുന്ന 3 മണിക്കൂറിൽ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇതിനകം തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും മഴ മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്വാഭാവികമായ മുന്നറിയിപ്പ്, മുൻകരുതൽ വേണ്ടിവരും. പ്രത്യേകിച്ച് ശക്തമായ മഴ, നമുക്കറിയാം റെഡ് അലർട്ടിൽ അതിതീവ്രമായ മഴ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ സമയം കൊണ്ട് ശക്തമായ മഴ ഉണ്ടാകുമ്പോൾ വെള്ളക്കെട്ടിന് സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വേണം. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കടക്കം ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ ശക്തമായ മഴ കുറഞ്ഞ സമയത്ത് അനുഭവപ്പെട്ടപ്പോഴാണ് വലിയ വെള്ളക്കെട്ടും പ്രകൃതി ദുരന്തങ്ങൾക്കും ഇടവെച്ചത്. എന്തായാലും 3 മണിക്കൂറിൽ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ്. 6 ജില്ലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറമെ കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ അതിതീവ്രമായ മഴ മുന്നറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നിവിടങ്ങളിൽ, കൊല്ലം, ആലപ്പുഴ, തൃശൂർ എന്നിവിടങ്ങളിലും ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. സജിത്ത്, എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അപകട സൂചനകളോ അത്തരത്തിലെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഈ സാഹചര്യത്തിൽ ഇത്ര മഴ മുന്നറിയിപ്പ് അത് പ്രത്യേകിച്ച് 6 ജില്ലകളിൽ ഒന്നിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു അസാധാരണ സാഹചര്യമെന്ന് പറയാം. കാരണം കടുത്ത വേനൽ ചൂടിനിടയിലാണ് ഈ വരുത്ത 3 മണിക്കൂറുകളിലെ പ്രഖ്യാപനം വരുന്നത്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രതിഭാസം മൂലമാണോ എന്ന കാര്യത്തിലും വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്നാലും വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായ മഴയാണ് പ്രഖ്യാപിക്കുന്നത്. ഇത് 5 മണിക്ക് പുറത്തുവിട്ട അലർട്ട് പ്രകാരമാണ് ഈ മുന്നറിയിപ്പ്. വരുന്ന 3 മണിക്കൂറുകളിലേതാണ്. സാധാരണ രീതിയിൽ കാലാവസ്ഥ അലർട്ടുകൾ നൽകുന്നത് ഒരു ദിവസമാണ്. ഏതെങ്കിലും പർട്ടിക്കുലർ ദിവസത്തെ ഇതാണ് റെഡ് അലർട്ടോ അല്ലെങ്കിൽ ഓറഞ്ച് അലർട്ട് പോലെയുള്ള അലർട്ടുകൾ നൽകാറുള്ളത്. പക്ഷേ ഇത് വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് ഈ 6 ജില്ലകളിലും നൽകുന്നു. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലാണ് റെഡ് അലർട്ട്. അതേസമയം ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിലുമുണ്ട്. ഇത് ശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുണ്ട്. ജാഗ്രതാ നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് ഒരു സ്വാഭാവികമായും ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. കാരണം അതിശക്തമായ വെയിൽ അനുഭവപ്പെടുന്നു, ചൂട് അനുഭവപ്പെടുന്നതിനിടയിലാണ് മഴയെത്തുന്നത്. അതുകൊണ്ട് ആളുകൾ വേണ്ടത്ര ജാഗ്രത എടുക്കണം, മുന്നറിയിപ്പ് എടുക്കണമെന്ന നിർദ്ദേശം കൂടിയാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സജിത്ത്, ശക്തമായ കാറ്റും കൂടിയുള്ള സാഹചര്യത്തിൽ പൊതുഗതാഗതത്തിനടക്കം എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ?
മത്സ്യത്തൊഴിലാളികൾക്കടക്കം ജാഗ്രതാ നിർദ്ദേശമുണ്ടാകും. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജാഗ്രത പാലിക്കേണ്ടി വരും. പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കും മറ്റും യാത്ര ചെയ്യുന്നവർ ജാഗ്രത കൂടുതലായി പാലിക്കണം. വാഹനങ്ങൾ പുറത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നവർ, വലിയ മരങ്ങൾക്കും മറ്റും ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നവർക്ക് കൂടുതൽ ജാഗ്രത പാലിക്കണം. എന്തായാലും 5 മണിക്ക് പുറപ്പെടുവിച്ച ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ അരമണിക്കൂർ കഴിയുന്നു. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ശക്തമായ മഴ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വരുന്ന 3 മണിക്കൂറിലാണ് ഈ അലേർട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപക്ഷേ അലേർട്ട് പിന്നീട് നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ടോ, നാളത്തെ സാഹചര്യം എന്ത് എന്നൊക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, വേനൽ മഴ ഇത്തവണ കൂടുതലായി അനുഭവപ്പെട്ടു എന്നതാണ് പൊതുവിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ വിലയിരുത്തൽ. ശക്തമായ മഴ ഇടവിട്ട ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ ജില്ലകളിൽ കൂടുതൽ മഴ അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് ശക്തമായ മഴ ഇതുവരെയും അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ പുറത്തു വന്ന മഴ മുന്നറിയിപ്പ് പ്രകാരം തെക്കൻ ജില്ലകളിലും ഈ അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള ജില്ലകളിലും ശക്തമായ മഴ അനുഭവപ്പെടുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത 3 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്.